സിനിമാ മേഖലയിൽ സമഗ്ര മാറ്റത്തിന് CPM നീക്കം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമാ മേഖലയെ നവീകരിക്കാൻ ഉതകുന്ന നിയമനിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കും. ആരോപണ വിധേയരെ ഒഴിവാക്കി നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനും ധാരണ. പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് സിനിമാ നയരൂപീകരണ ചർച്ചയ്ക്ക് CPM നേതൃത്വം നൽകും. അതേസമയം മുകേഷിന്റെ രാജിക്കായി മുന്നണിക്കുള്ളിൽ നിന്നുവരെ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, പലപ്പോഴായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് മുകേഷ് MLA-യുടെ രാജിയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ പാർട്ടിയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും? മോത്തി, ഏതായാലും പാർട്ടിയുടെ നിലപാട് ഇന്ന് ഔദ്യോഗികമായി ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റിന് ശേഷം ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചേക്കാം. അതിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാട് അറിയിക്കും. ഈ മുകേഷിനെതിരെ അടക്കം ഇത്രയധികം ആരോപണങ്ങൾ, ലൈംഗിക അതിക്രമ പരാതികൾ, കേസെടുത്തു. അതിനൊക്കെ ശേഷം പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇന്നലെ EP ജയരാജനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ഒന്നും തന്നെ പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ നിലപാട് പറഞ്ഞിട്ടില്ല. അത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഏതായാലും ഈ മുകേഷിന്റെ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു രണ്ട് തരത്തിലുള്ള അഭിപ്രായം, പ്രത്യേകിച്ചും മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് മുകേഷിന്റെ രാജി CPI അടക്കം ആവശ്യപ്പെട്ടിരുന്നു. CPI ഇന്നലെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. ആ എക്സിക്യൂട്ടീവിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തെ ഈ മുഖ്യമന്ത്രിയുമായി മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടി നിർവാഹക സമിതി യോഗം നിയോഗിച്ചു. അതിനെ തുടർന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ ഇന്നലെ വൈകിട്ടോടെ കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്ന് സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ, CPMന്റെ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഈ വിഷയം വീണ്ടും പാർട്ടിക്കുള്ളിൽ ചർച്ചയാകും. പാർട്ടിക്കുള്ളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു മുതിർന്ന നേതാക്കളുടെ അടക്കം ഒരു അഭിപ്രായം. അതിന്റെ ഒരു നിർദ്ദേശത്തിന്റെ പുറത്താണ് മുകേഷ് പരസ്യമായി പ്രതികരിക്കാത്തതും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകാനൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയത്. ഏതായാലും പാർട്ടി ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ നിലപാട് അറിയിക്കും. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ 2 MLA-മാർക്കെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്നൊരു വാദമാണ് CPM ഉയർത്തുന്നത്. അത്തരത്തിൽ ആ കോൺഗ്രസ് എടുത്ത അതേ നിലപാട് തന്നെയാണോ CPM-നും ഔദ്യോഗികമായി എന്നുള്ളത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ചർച്ചയാകും. അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയങ്ങൾ ചർച്ചയാകും. ഒപ്പം ഈ വിഷയത്തിൽ സർക്കാർ വലിയ തോതിൽ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടാനാണ് CPM-ന്റെ തീരുമാനം. അതിന് ഈ നയരൂപീകരണ സമിതിയിൽ ആ ഒരു ചർച്ച CPM നേതൃത്വം നൽകും. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചർച്ച ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് ആരോപണ വിധേയരെ എല്ലാം തന്നെ ഒഴിവാക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുകേഷ്, അതോടൊപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണന്റെ പേര് പറയുന്നില്ല എങ്കിൽ പോലും മുകേഷിനെ അതിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി അതിന്റെ ഉത്തരവ് സംസ്കാര വകുപ്പിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആരോപണ വിധേയരെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ എതിർപ്പറിയുന്ന WCCയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാൻ CPM തന്നെ മുന്നിട്ട് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അതോടൊപ്പം തന്നെ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ അതിനൊക്കെ മുമ്പ് തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ, തൊഴിൽ നിഷേധം, അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം, ഇതെല്ലാം തടയുന്നതിന് സിനിമാ മേഖലയെ ഒന്നാകെ വ്യവസായത്തെ തന്നെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം സാധ്യമാണെങ്കിൽ അതിനുള്ള സാധ്യതകളും പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെല്ലാം ഉതകുന്ന തരത്തിലുള്ള ഒരു ചർച്ച ഇന്ന് സെക്രട്ടേറിയറ്റിലും നാളെ സംസ്ഥാന കമ്മിറ്റിയിലുമെല്ലാം ഉയർന്നു വരും. സ്റ്റെഫിൻ, അപ്പോഴും ഒരു സംശയം, സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ? സർക്കാരാണ് ഇതിന് ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ടൊരു പാർട്ടി തലത്തിൽ ഇതിൻ്റെ ഒരു നീക്കം നടക്കുന്നു? അങ്ങനെ ഒരു നവീകരണത്തിന് വേണ്ടി പാർട്ടി മുന്നിട്ടിറങ്ങുന്നു. ഇത് രാഷ്ട്രീയമായി മാത്രം കാണാനുള്ള തീരുമാനമാണോ? ഏതായാലും CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും ഈ വിഷയത്തെ വിലയിരുത്തുന്നത് പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇത് LDF സർക്കാരിന്റെ ഒരു വിജയമായിട്ടാണ് ആ CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും കാണുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ സർക്കാർ കാണിച്ച ഒരു ആർജവം, അതോടൊപ്പം തന്നെ പൂഴ്ത്തിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ അവർ ന്യായീകരിക്കുന്നത് ഈ പ്രത്യേകമായി കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് കൊണ്ടാണ് ഇപ്പോൾ
ഇത്തരം ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നതും അതോടൊപ്പം തന്നെ ഈ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പാർട്ടിക്ക് തന്നെ അല്ലെങ്കിൽ സർക്കാരിന് തന്നെ കടക്കാൻ വേണ്ടി കഴിഞ്ഞതുമെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇത് പലരും എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് LDF സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ട് പല ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയെങ്കിൽ തന്നെയും ഇത് പുറത്തുവിടാൻ ഈ സർക്കാർ കാണിച്ചത് ഒരു ആർജവമാണ്. അതൊരു നേട്ടമായിട്ട് തന്നെയാണ് പാർട്ടിയും സർക്കാരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് ഇപ്പോഴും കഴിയാത്തത് ഈ തരത്തിൽ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ആയതുകൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിൽ പല തരത്തിലുള്ള ആരോപണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കിടെ എതിരെ അടക്കം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി കൂടുതൽ സജീവമായി ഇടപെടാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ടുള്ള നവീകരണങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് സർക്കാരിന് പലതരത്തിലുള്ള ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ തിരുത്തൽ നടപടികളുടെ ഭാഗമായി സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിൽ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി നൽകിയിരുന്നു. അതനുസരിച്ച് പല മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. അത്തരത്തിലുള്ളൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ അത് സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമ്പോൾ, അത് ഉയർന്നു വരുമ്പോൾ അത് സർക്കാരിനെ അറിയിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ശരി സ്റ്റെഫൻ.